ആലുവ മണപ്പുറത്ത് ശിവരാത്രി ഒരുക്കങ്ങൾ പൂർത്തിയായി. ആയിരക്കണക്കിന് ഭക്തരാണ് മണപ്പുറത്തേക്ക് എത്തുന്നത്. പിതൃതർപ്പണ ചടങ്ങുകളും പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നടപ്പാക്കുന്നത്. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് അവിടെ നിന്നും ചേരുന്നത്. ആസിഫ്, എത്രമാത്രം ആളുകളാണ് ഇപ്പോൾ? നേരം ഇരുട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി ആളുകളായിരിക്കും ഈ ഒരു സമയത്ത്, സന്ധ്യാസമയത്ത് അവിടേക്ക് എത്തിച്ചേരുന്നത്. എത്രമാത്രം തിരക്കാണ് അനുഭവപ്പെടുന്നത്? എത്രമാത്രം ഭക്തി നിർഭരമാണ് ആലുവ മണപ്പുറം? തീർച്ചയായും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ മന്ത്രി പി രാജീവ്, അൻവർ സാദത്ത് MLA അടക്കമുള്ളവരെല്ലാം ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് ഏർപ്പെടുത്തിയ സൗകര്യങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം അവർ വിലയിരുത്തി വരികയാണ്. ഏതായാലും വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് വിലയിരുത്തുന്ന അടക്കമുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും നമുക്കറിയാം, ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ വന്ന് അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായുള്ള സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മന്ത്രി അടക്കമുള്ള എന്തായാലും വലിയ സജ്ജീകരണങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ രാത്രി 7 മണി വരെ വന്നു ചേരുമെന്നാണ് വിചാരിക്കുന്നത്. അവർക്ക് എല്ലാവിധമായ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും സജ്ജീകരണങ്ങളൊക്കെ വിലയിരുത്തി വരികയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഏർപ്പെടുത്തിനേക്കാൾ കൂടുതൽ സജ്ജീകരണങ്ങൾ ഇത്തവണ ഉറപ്പായിട്ടുണ്ട്. കാരണം രണ്ട് തവണ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചിരുന്നു. MLAയുടെയും മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ കൂടി എന്തായാലും ഇത്തവണ നമുക്ക് കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഭക്തജനങ്ങൾക്ക് എല്ലാ ഏകോപനവും നടന്നിട്ടുണ്ട്. മുൻകൂർ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. ദേവസ്വം പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, MLA ഉണ്ട്, എല്ലാ ജനപ്രതിനിധികളുണ്ട്, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ മേഖല, എല്ലാ സൗകര്യങ്ങളും ഏകോപിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ കൂട്ടത്തിൽ അൻവർ സാദത്ത് MLA കൂടി ഉണ്ട്. അൻവർ സാദത്ത് MLA സംബന്ധിച്ചോളം അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ നമ്മൾക്ക് എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞു. വലിയ തിരക്കുണ്ടല്ലേ? എല്ലാ ഒരുക്കങ്ങളും റെഡിയാണ്, ഒരു കുഴപ്പമില്ല. എല്ലാം സജ്ജമാണ്. പോലീസും മറ്റേ ദേവസ്വവും മുനിസിപ്പാലിറ്റിയും എല്ലാം സജ്ജമാണ്. എല്ലാ വർഷത്തെ പോലെ സംഗതി വിശ്വാസികൾക്ക് ബലിതർപ്പണം ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളുണ്ട്. തീർച്ചയായും എന്തായാലും അവർ തിരക്കിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളാണ് ഇപ്പോൾ തന്നെ ആലുവ മണപ്പുറത്തേക്ക് വന്ന് എത്തിയിരിക്കുന്നത്. അവർ ഇനി നാളെ പുലർച്ചെ മാത്രമായിരിക്കും മടങ്ങിപ്പോവുക. ദേവസ്വം പ്രസിഡന്റും അതുപോലെ തന്നെ മന്ത്രി പി രാജീവും അൻവർ സാദത്ത് MLA അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തി ഇതിന്റെ സജ്ജീകരണങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വന്ന് ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തു പോകാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. പണ്ട് കാലങ്ങളിലുള്ളതിനേക്കാൾ ഒരുപാട് ആലുവ മണപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള വികസനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് വന്ന് ശിവരാത്രി ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് ശിവരാത്രി മണപ്പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇത് അല്പം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മണപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇപ്പോൾ തന്നെ നമുക്ക് ക്ഷേത്ര ദർശനത്തിനായി ആളുകൾ ഏത് തരത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തിരക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വലിയ ക്യൂ ആണ് ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വലിയ രീതിയിൽ ഒരു ദർശനം നടത്താനും വഴിപാടുകൾ നടത്താനുമായി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇറങ്ങിയതിനു ശേഷം ഇവർ മണപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലായി തമ്പടിക്കും. നാളെ പുലർച്ചെ മാത്രമേ മടങ്ങുകയുള്ളൂ. ഇന്നലെ മുതൽ ആരംഭിച്ച ഉപവാസമാണ്. ഇന്ന് പുലർച്ചെ മുതൽ ആ ഉപവാസം ക്ഷേത്രങ്ങളിൽ പോയി ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ശിവക്ഷേത്രങ്ങളിലെല്ലാം പോയി തൊഴുത് മടങ്ങി പിന്നീട് ഈ ശിവരാത്രി മണപ്പുറത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ആലുവയിൽ മാത്രമല്ല എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇതിന് സമാനമായി സംസ്ഥാനത്തെ പല ശിവക്ഷേത്രങ്ങളിലും സമാനമായ സാഹചര്യമാണുള്ളത്. പക്ഷേ ആലുവയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒത്തുചേരുക എന്നുള്ളതാണ് ആലുവയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ആലുവ ശിവക്ഷേത്രത്തെ പ്രാധാന്യമാക്കുന്നത്. കാരണം
മറ്റ് ശിവക്ഷേത്രങ്ങളിലൊന്നും ഇത്ര വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആലുവ ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ആഘോഷമായി നിന്നിരുന്നു. ഭക്തജനങ്ങൾ വലിയ രീതിയിൽ ഇവിടെ എത്തുകയും അവർക്ക് ബലിതർപ്പണം അടക്കം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ 40 കൊല്ലമായി ഇവിടെ സ്ഥിരമായി വന്നു പോകുന്ന കോഴിക്കോട് സ്വദേശി അടക്കം കണ്ടു. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആലുവ മണപ്പുറത്തേക്ക് എത്തി ഇവിടെ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. വലിയ രീതിയിൽ കച്ചവടക്കാരുടെ അടക്കമുള്ള സാന്നിധ്യമുണ്ട്. അങ്ങനെ ഈ ശിവരാത്രി ഇന്ന് ആലുവയിലെ ശിവരാത്രി മഹോത്സവം ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല എന്നുള്ളതുകൊണ്ട്, കാരണം ഇത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരമേളകൾ അങ്ങനെ അടക്കം പലതരത്തിലുള്ള സജ്ജീകരണങ്ങൾ ആലുവയെ സംബന്ധിച്ചിടത്തോളം ആലുവ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഭക്തജനങ്ങളുടെ വലിയ ഒരു ഒഴുക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിൽ ആളുകൾ ഇങ്ങനെ ശിവക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്താനെത്തുന്ന ക്ഷേത്രം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. 12 മണിയോടുകൂടിയാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ കൂടുതൽ ആളുകൾ അതിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. എന്തായാലും സജ്ജീകരണങ്ങളെല്ലാം മന്ത്രിമാരടക്കമുള്ളവർ ഇവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി നമുക്കറിയാം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ട്. അങ്ങനെ ഈ ഒരു ആലുവ ശിവരാത്രി മഹോത്സവത്തിന് പലതരത്തിലുള്ള വശങ്ങളുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കാണണം. എന്തായാലും ഇന്ന് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച ശിവപൂജ ചെയ്തും നാമം ജപിച്ചും ഈ ഒരു മണപ്പുറത്ത് 10,000-കണക്കിന് വരുന്ന ഭക്തർ ഇവിടെ കൂടുക തന്നെ ചെയ്യും. ശിവരാത്രി നാളിൽ സൂര്യോദയം മുതൽ നാളെ സൂര്യോദയം വരെയാണ് ഈ ഉപവാസം നടക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ അരിയാഹാരം അടക്കം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ ഇടുക്കി. ഇടുക്കി മൂലമറ്റം. ഞാനൊരു ഇടുക്കിക്കാരൻ. ആണോ? ഇടുക്കിയിലവിടെ നെടുങ്കണ്ടം. എല്ലാ വർഷവും ഇവിടെ എത്തുന്നുണ്ടോ? എല്ലാ വർഷവും വരും. ആലുവ മണപ്പുറത്ത് തന്നെയാണ് വരുന്നത്. പറ്റുന്ന അത്ര കാലം വരെ വരും. രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഇത് എന്റെ കുഞ്ഞുമ്മ. എന്റെ കുഞ്ഞുമ്മയുടെ ചേച്ചിയുടെ മോളാ ഞാന്. തീർച്ചയായും അങ്ങനെ ഇപ്പോൾ ഇടുക്കി നടക്കം നിരവധി ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആലുവ ശിവക്ഷേത്രത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ട്. അങ്ങനെ ഒരു വലിയ രീതിയിൽ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. പല ആളുകൾക്കും അത് സാമ്പത്തികമായി വലിയ ഗുണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പല സ്ഥലങ്ങളിൽ ആളുകൾ ഇരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇതുപോലെ ആയിരിക്കും ഇനി പേപ്പർ വിരിച്ചും ആലുവ മണപ്പുറത്ത് ശിവരാത്രി ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് മണപ്പുറത്തേക്ക് എത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പിതൃതർപ്പണ ചടങ്ങുകളും പരിപാടികളും എല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നടപ്പാക്കുന്നത്. മന്ത്രി പി രാജീവ് അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തി കാര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ജനക്കൂട്ടം തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. അത്യന്തം ഭക്തി നിർഭരമാണ് ആലുവ മണപ്പുറം.